കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വിശുദ്ധ ആഗ്നസിനെ കുറിച്ചാണ്. അനേകം വർഷങ്ങൾക്ക് മുമ്പ് റോമക്കാർ യേശുവിനെയും അവരുടെ അനുഗമിച്ചിരുന്ന സകലരെയും വെറുത്തിരുന്ന ഒരു കാലത്ത് ക്ലോദിയസ് കുടുംബത്തിലെ സമ്പന്ന ദമ്പതികൾക്ക് സ്വർണ്ണമുടിയുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടി ജനിച്ചു. അവളുടെ കണ്ണുകൾക്ക് ആകാശ നീലമയായിരുന്നു. മാതാപിതാക്കൾ അവൾക്ക് ആഗ്നസ് എന്ന് പേരിട്ടു. അതിൻ്റെ അർത്ഥം കുഞ്ഞാട് എന്നാണ്. ഒരു കുഞ്ഞാടിനെ കയ്യിൽ വഹിക്കുന്നതായിട്ടാണ് പുണ്യവതിയെ ചിത്രീകരിക്കാറുള്ളത്. ആഗ്നസ് ദയയുള്ളവളായിരുന്നു. അവൾ എല്ലാവരെയും സഹായിച്ചിരുന്നു. ഒരു ദിവസം പ്രോക്കോപ്പ് എന്നു പേരുള്ള ഒരു റോമൻ യുവാവ് അവളെ കണ്ട് ചോദിച്ചു, "നീ സുന്ദരിയും നല്ലവളുമാണ്. നീ എന്നെ വിവാഹം കഴിക്കുമോ?" ആഗ്നസ് മറുപടി പറഞ്ഞു, "എൻ്റെ വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കുന്നു." ആഗ്നസ് യേശുവിനെ ഏറെ സ്നേഹിച്ചിരുന്നു. യേശുവിടെ മാത്രമാകാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. പ്രോക്കോപ്പ് അസ്വസ്ഥനും ക്ഷുഭിതനുമായി. അദ്ദേഹം റോമിലെ പ്രീഫെക്ട് എന്ന തൻ്റെ പിതാവിനോട് പരാതിപ്പെട്ടു. അദ്ദേഹം ഒരു കഠിന ഹൃദയനായിരുന്നു. ആഗ്നസ് ഒരു ക്രിസ്ത്യാനിയായിരുന്നെന്ന് പ്രീഫെക്ട് കണ്ടെത്തി. അദ്ദേഹം അവളെ കോടതിയിലേക്ക് വിളിച്ചു. അവൾ അവളുടെ വിശ്വാസം ഉപേക്ഷിച്ച് പ്രോക്കോപ്പിനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ മനോഹരമായ സമ്മാനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അവളെ സ്വാധീനിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. എന്നാൽ ആഗ്നസ് അത് തള്ളിക്കളഞ്ഞു. അത് അദ്ദേഹത്തെ നിരാശപ്പെടുത്തി. അവളെ ശിക്ഷിക്കുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തി. ആഗ്നസ് നിർഭയം പറഞ്ഞു, "ഞാൻ യേശുവിൻ്റെ വധുവാണ്. ഒരു മാലാഖ എനിക്കെപ്പോഴും കാവൽ നിൽക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ വധുവിന് എന്തെങ്കിലും ഉപദ്രവമാകാൻ അദ്ദേഹം അനുവദിക്കുകയില്ല." അവളുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തുമെന്ന് ഭയപ്പെടുത്തി പ്രീഫെക്റ്റിന് അവളെ മറുപടി നൽകി, "എൻ്റെ രക്തം കൊണ്ട് അങ്ങയുടെ വാൽ കളങ്കപ്പെടുത്തിയേക്കാം. എന്നാൽ എൻ്റെ ശരീരം ദുരുപയോഗിക്കാൻ അങ്ങയ്ക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അത് ക്രിസ്തുവിന് മാത്രം സ്വന്തമാണ്." ആ സമയത്ത് സ്വർഗത്തിൽ നിന്നൊരു മാലാഖ ഇറങ്ങി വന്ന് തിളങ്ങുന്ന ഒരു വാൾ പിടിച്ചുകൊണ്ട് അവളുടെ സമീപത്ത് നിന്നു. ആഗ്നസിനെ കൊല്ലാൻ വേണ്ടി സ്വന്തം വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് പ്രോക്കോപ്പ് അവിടേക്ക് ഓടി വന്നു. മാലാഖയുടെ വാൾ മിന്നൽ പോലെ വീശുകയും പ്രോക്കോപ്പ് മരിച്ചു വീഴുകയും ചെയ്തു. പ്രീഫെക്ട് അദ്ദേഹത്തിൻ്റെ മകൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ പ്രോക്കോപ്പ് മരിച്ചതായി കണ്ടു. ഉടനെ അദ്ദേഹം ആഗ്നസിനെ തിരിഞ്ഞു പറഞ്ഞു, "നീ നിഷ്കളങ്കയാണെങ്കിൽ എൻ്റെ മകനെ എനിക്ക് തിരിച്ചു തരൂ." ആഗ്നസ് മുട്ടുകുത്തി യേശുവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അത് സംഭവിച്ചു. പ്രോക്കോപ്പ് ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. എന്നാൽ പ്രീഫെക്ട് ദയയില്ലാത്തവനും നന്ദിയില്ലാത്തവനുമായിരുന്നു. ആഗ്നസിനെ ദഹിപ്പിക്കാൻ അദ്ദേഹം തൻ്റെ ആളുകളോട് ആവശ്യപ്പെട്ടു. ആഗ്നസ് കത്തുന്ന ചിതയിലേക്ക് നയിക്കപ്പെട്ടു. ആഗ്നസിനെ ഉപദ്രവം വരുത്താതെ ജ്വാലകൾ കൃത്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. പരാജയപ്പെട്ട പ്രീഫെക്ട് അവളുടെ ശിരസ്സ് ഛേദിക്കാൻ അദ്ദേഹത്തിൻ്റെ ആളുകളോട് ആജ്ഞാപിച്ചു. എന്നാൽ ആഗ്നസ് ഉദ്ഘോഷിച്ചു, "ഓ യേശുവേ, എന്നെ ഇത്രയധികം സ്നേഹിച്ചതിന് അങ്ങേക്ക് നന്ദി. അവിടുത്തെ പക്കലേക്ക് വരുവാനും അവിടുത്തെ ഒരിക്കലും ഉപേക്ഷിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല." അപ്പോൾ അയാൾ വാൾ വീശുകയും ആഗ്നസിൻ്റെ ശിരസ്സ് ഛേദിക്കുകയും ചെയ്തു. ഒരു ദിവസം ആഗ്നസിൻ്റെ മാതാപിതാക്കൾ അവളുടെ ശവകുടീരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു സംഘം വിശുദ്ധ കന്യകകളോടൊത്ത് ആഗ്നസ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ആഗ്നസിൻ്റെ കൈകളിൽ വെളുത്തൊരു കുഞ്ഞാട് കുട്ടിയുണ്ടായിരുന്നു. ഒരു പുഞ്ചിരിയോടു കൂടി അവൾ പറഞ്ഞു, "എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് വേണ്ടി കരയരുത്. യേശുവിനോടൊപ്പം ഞാൻ വളരെ സന്തുഷ്ടയാണ്. എല്ലാ തരത്തിലുമുള്ള പ്രലോഭനവും ഭീഷണിയും പീഡയും ഉണ്ടായിട്ടും ക്രിസ്തുവിനോടുള്ള വിശ്വസ്തത നിലനിർത്തിയ ഒരാളെന്ന നിലയിൽ യുവജനങ്ങളുടെ മധ്യസ്ഥയായി ആദ്യകാലം മുതൽ ആഗ്നസ് ബഹുമാനിക്കപ്പെടുന്നു."